ഗ്ലോക്കോമ പേഷ്യൻറ്റിന് റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ, അത് അതിൻ്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ എത്രത്തോളം എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ക്രോണിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്തായാലും മിക്കവാറും ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പല ചികിത്സകളും കഴിഞ്ഞതിന് ശേഷമാണ് ആയുർവേദത്തിന് എത്തുന്നതെങ്കിൽ, അതായത് കുറേ ലേസർ ചെയ്തു, സർജറി ചെയ്തു, അയറഡക്ടമി ചെയ്തു, ട്രൈബക്കുലക്ടമി ചെയ്തു, അല്ലെങ്കിൽ വാൾവ് ഇംപ്ലാന്റ് ചെയ്തു, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. കാരണം അച്ചടി ചികിത്സകൾ ചെയ്യാൻ കഴിയാതെ വരും. അവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് വരും. സ്റ്റിൽ നമുക്ക് റിസൾട്ട് നല്ല രീതിയിലാണ് കിട്ടുന്നത്. പക്ഷെ അതൊരു 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ എല്ലാം മാറ്റാം എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്. കാരണം വർഷങ്ങളുടെ ചികിത്സ കഴിഞ്ഞിട്ടാണ് ഒരു വരുന്നത്. ഒരു പെട്ടെന്ന് ഒരു രോഗം വന്നു, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇത് ഡയഗ്നോസ് ചെയ്യുന്നു, IOP കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു ഓപ്റ്റിക് നെർവിന് ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടീഷനിൽ മറ്റു രീതിയിലുള്ള എന്താ പറയുന്നത്, ഈ മെക്കാനിക്കൽ കറക്ഷൻസ് ഒന്നും നടത്താത്ത ഒരു കണ്ണിലാണെങ്കിൽ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വർഷങ്ങളുടെ ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ 10 ദിവസം കൊണ്ട് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് തന്നെ ഒരു അർത്ഥം വരുന്നില്ല. വളരെ ശരിയായ രീതിയിൽ ബേസ് തൊട്ട് തുടങ്ങി നമുക്ക് അതിൻ്റെ ഉള്ള വിഷൻ നിലനിർത്തുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ പ്രഥമ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വിഷൻ ഇമ്പ്രൂവ് ചെയ്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്ത് അതിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ ഗുണം കണ്ടുവരുന്നുണ്ട്.